അള്ളാന്റെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുക എന്നത് നഷ്ടമില്ലാത്ത കച്ചവടമാണ്. ഇവിടെ ഇത്രയും ഖുർആനുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്കിലും നമ്മളൊക്കെ പലപ്പോഴും ഖുർആൻ ഓതുന്നുണ്ടെങ്കിലും ഒരു മുസ്ഹഫിൽ ഇരുന്ന് ഓതുന്നതിന്റെ പ്രതിഫലം നമ്മുടെ മൊബൈൽ ഫോണിൽ ഇരുന്ന് ഓതിയാൽ കിട്ടൂല. അതുകൊണ്ട് സാധ്യമാകുമ്പോഴൊക്കെ കിട്ടുമ്പോഴൊക്കെ മുസ്ഹഫ് എടുത്തുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി ശ്രദ്ധിക്കും. അതൊന്നും കിട്ടാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ നമുക്ക് മൊബൈൽ ആപ്പൊക്കെ ഉപയോഗപ്പെടുത്താം. ആ പ്രതിഫലം നഷ്ടപ്പെടുത്തണ്ട എന്നാ പറഞ്ഞത്. അള്ളാന്റെ ഖുർആൻ പാരായണം ചെയ്യുക, അത് പഠിക്കുക, അത് ചിന്തിക്കാനുള്ള സമയം കണ്ടെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും അത് പഠിപ്പിക്കുന്നവനുമാണ്. നമ്മൾ ഈ ആയത്തും ഈ ഹദീസുകളൊക്കെ നമ്മൾ റമദാനിൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇത് 12 മാസം നമുക്ക് ആവശ്യമുള്ളതാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനാണ്. അതിലെല്ലാം പെട്ടു. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി പണം കൊടുത്താൽ അതിൽ പെട്ടു, സമയം കൊടുത്താൽ അതിൽ പെട്ടു. അതിനു വേണ്ടിയുള്ള യോഗങ്ങൾ, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനു വേണ്ടിയുള്ള നമ്മുടെ സമയം എല്ലാം ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, ഈ ആവശ്യത്തിന് വേണ്ടിയുള്ളതെല്ലാം പ്രതിഫലമാണ്. അതുകൊണ്ടാണ് സ്വന്തം മക്കളെ ഖുർആൻ പഠിക്കാൻ പറഞ്ഞയച്ച രക്ഷിതാക്കൾക്ക് നാളെ പരലോകത്തൊരു താജുൻ, ഒരു കിരീടം ധരിപ്പിക്കും. അവർ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ മക്കളെ പഠിപ്പിച്ചതിന്റെ പേരിൽ. ഇതെന്തിനാണെന്ന് അവർ ചോദിക്കും അത്ഭുതത്തോടെ. നിങ്ങളുടെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതിന്റെ കൂലിയാണ്. സഹോദരങ്ങളെ, ഇതെല്ലാ നിലക്കും നമുക്ക് പ്രതിഫലം. നമ്മളൊക്കെ വായനയെയും വായനാ ദിനവും വായനാ വാരവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആനിന്റെ 1-ാമത്തെ വാചകം തന്നെ പഠിപ്പിക്കുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഒരു വേദഗ്രന്ഥം 1-ാമത്തെ ആയത്ത് തുടക്കം കുറിച്ചത് വായനയുടെ വിപ്ലവം തീർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. അശ്ലീലതകളല്ല വായിക്കേണ്ടത്, തോന്നിവാസങ്ങളല്ല വായിക്കേണ്ടത്, കെട്ടുകഥകളല്ല വായിക്കേണ്ടത്. സത്യത്തെക്കുറിച്ച് പഠിക്കുക. നമ്മൾ 17 റക്അത്ത് നമസ്കരിക്കുന്ന നമ്മളോട് 6 റക്അത്തിൽ ഇമാം ഉറക്കയോതുന്നു. 11 റക്അത്തിൽ നമ്മൾ സ്വയം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ ഖുർആൻ ഓതിപ്പിക്കുകയാണ് അല്ലാഹു തആല. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ പല സ്ഥലങ്ങളിലും ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യമുള്ളതെല്ലാം നിങ്ങൾ പാരായണം ചെയ്യൂ. ഒരു പേജ് കഴിയോ എങ്കിൽ അതോത്, അര പേജ് കഴിയോ അര പേജ് ഓത്. 2 ആയത്തെങ്കിലും ഒരു ദിവസം നിനക്ക് ഓതാൻ കഴിയുമെങ്കിൽ ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും കഴിയുന്നത് നീ ഓതുക. എത്ര സിമ്പിളായ ഒരു മതമാണ് ഇസ്ലാം. നമ്മുടെ ഭാരിച്ച പണികൾ നമുക്ക് തന്നില്ല, സാധ്യമാകുന്ന ലളിതമായ. ഇനി ഓതാൻ നിനക്ക് തടസ്സമുണ്ടോ? അത് കേൾക്കാൻ നമ്മുടെ ഫോണ്, നമ്മുടെ ആപ്പുകൾ, സംവിധാനങ്ങൾ. വിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത് നീ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഫസ്തമിഊ ലഹു വഅൻസിതു, ശ്രദ്ധിച്ച് കേട്ടോ, നിശബ്ദമായി ഇരുന്നു കൊടുത്തോ. ലഅല്ലക്കും തുർഹമൂൻ, അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയേക്കാം. കേൾക്കാൻ പോയാൽ മതി, കൂലിയാ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്തിനാണ് സത്യത്തിൽ ഈ ഗ്രന്ഥം തന്നിരിക്കുന്നത്? ഓത്തും കേൾക്കലും മാത്രമാണോ? ലിയദ്ദക്കറൂ, അതിലുള്ളത് ചിന്തിച്ചാലോചിക്കാനാ. ആലോചിക്കണം അതിന്റെ ആയത്തുകളെ കുറിച്ച്. ലിയതദബ്ബറൂ അല്ലെങ്കിൽ ലിയദ്ദബ്ബറൂ, അവർ ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനാണ് ഈ ഗ്രന്ഥം തന്നിരിക്കുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താണ് ഈ ഗ്രന്ഥത്തെ കുറിച്ച് ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഖുർആന്റെ ചോദ്യം.